ഇത്രയും കാലം ഞാൻ പറയുന്ന പോലെ ഇവിടുത്തെ കാര്യങ്ങൾ നടന്നിട്ടുള്ളൂ. പുതിയൊരാൾ വന്നിട്ട് ഇവിടെ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ച എന്തായാലും ആളൊന്ന് വരട്ടെ. വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. ആ എടോ താൻ എവിടെയാ? അല്ലപ്പോൾ ഇറങ്ങാന്ന് പറഞ്ഞതല്ലേ, ഏട്ടൻ എവിടെ എത്തി? എടോ ഞാനിപ്പോൾ ഇറങ്ങാൻ വേണ്ടി നിന്നായിരുന്നു. അപ്പോൾ ഓഫീസിൽ നിന്ന് ഒരു കോൾ വന്നിട്ടായിരുന്നേ. അപ്പോൾ കുറച്ച് മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി ചെക്ക് ഉണ്ട്. അതപ്പോൾ ഞാൻ പോയില്ലെങ്കിൽ ശരിയല്ല, അതുകൊണ്ടാണ്. അയ്യോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എടാ ഒന്നും വിചാരിക്കല്ലേ, അത് ഒഴിവാക്കാൻ പറ്റാത്തതായതുകൊണ്ടാണ്. ഞാനൊരു കാര്യം ചെയ്യാം, എനിക്കൊരു 5 മണിയാകുമ്പോഴേക്കും ഓഫീസ് കഴിയും. എന്നിട്ട് തന്നെ ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് ഒരു 5:30 ആകുമ്പോഴേക്കും ഞാൻ വന്നാൽ മതിയോ? വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ക്യാമറമാൻ നേരത്തെ വരാൻ പറഞ്ഞതേ. എന്തായാലും അതിന് കുറേ സമയം എടുക്കില്ലേ. ഇനിയിപ്പോൾ ഏട്ടൻ വൈകുന്നേരം വരുന്നതുകൊണ്ട് നമുക്ക് കോട്ടയിൽ വെച്ച് എടുക്കുക. എന്തായാലും ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാം. പ്ലേസിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കേട്ടോ. അല്ല ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ഇനിയിപ്പോൾ ഫോട്ടോ മാത്രമല്ലേ എടുക്കാൻ പറ്റുള്ളൂ അല്ലേ? ആ, ഇനിയിപ്പോൾ അതിനല്ലേ പറ്റുള്ളൂ. അല്ല ഏട്ടാ, വേറെ ദിവസം ലീവ് കിട്ടുമോ ഇനി? എടോ ഇനിയിപ്പോൾ അത് കിട്ടും തോന്നുന്നില്ല. അല്ല ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം ലീവ് വേണ്ടേ, അതുകൊണ്ടാണ്. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ഞാൻ ക്യാമറമാനെ വിളിച്ചൊന്ന് പറയട്ടെ. അയാൾ വേറൊരു വർക്ക് ഉണ്ടായിരുന്നു, അത് ക്യാൻസലാക്കിയിട്ട് വരാമെന്ന് പറഞ്ഞതായിരുന്നേ. ശരി എന്നാൽ. ശരിടാ. ഈ അച്ഛൻ കാരണം പാവണ്ട. നീ വിളിച്ചപ്പോൾ ഫോട്ടോഷൂട്ടിന് പോകണമെന്നല്ലേ പറഞ്ഞത്? പോയില്ലേ? പോകാൻ വേണ്ടി ഇറങ്ങിയത് തന്നെയാണോ. അപ്പോഴത്തേക്ക് ഏട്ടൻ വിളിച്ചിട്ടേ എന്തോ തിരക്കുണ്ട്, ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇനിയിപ്പോൾ വൈകിട്ട് ഓഫീസ് കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് എന്തായാലും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റും തോന്നുന്നില്ല. 4-5 ഫോട്ടോ എടുത്തിട്ട് വരാം. നീ വിളിച്ചപ്പോൾ വരുന്നില്ല പറഞ്ഞതേ വേറെ ഒന്നും കൊണ്ടല്ലടാ, ഇവിടെ ഒരേ തിരക്കായിരുന്നു. ഇപ്പോൾ വൈകുന്നേരത്തേക്ക് ആക്കിയില്ലേ? ആ അല്ല, അപ്പോൾ നിൻ്റെ അമ്മായിമ്മ നാത്തൂനൊക്കെ എവിടെ? അത് അവൾക്ക് പെട്ടെന്ന് വയ്യാന്ന് പറഞ്ഞിട്ടേ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പോയതാ. എന്തായാലും നന്നായി. ഞാനിപ്പോൾ ഇത് ക്യാൻസൽ ആയപ്പോഴേ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു. വീട്ടിൽ പോയി ആകെ ബോറടിക്കൂടോ, അതപ്പോൾ നിന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. ക്യാൻസൽ ആയിട്ടൊന്നുമില്ലല്ലോ, എന്തായാലും വൈകിട്ട് പോകുന്നില്ലേ? അതൊക്കെ പോട്ടെ, നിന്റെ കല്യാണം വിളിയൊക്കെ എവിടെ എത്തി? അത് അച്ഛനും അനിയനും കൂടി വിളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് അല്ലേ, അവർക്ക് ഞാൻ ഇൻവിറ്റേഷൻ വാട്സപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ പിന്നെ അവിടെ അമ്മായിച്ച മാത്രമേ ഉള്ളൂ പറഞ്ഞിട്ട് നീ വീട്ടിൽ ഒതുങ്ങിക്കൂടി ഇരിക്കൊന്നുമില്ലല്ലോ, ജോലിക്ക് പോയില്ലേ? വെറുതെ ഇരിക്കൊന്നുമില്ല, ഞാൻ അനിയനോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഏതെങ്കിലും കിട്ടുകയാണെങ്കിൽ പോകണം. അല്ലപ്പം നീ എന്തിനാ ഇവിടെ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത്? നിനക്ക് എന്തെങ്കിലും ജോലി നോക്കൂടെ? കല്യാണം കഴിഞ്ഞ സമയത്തേ ഇവർ ജോലിക്ക് പോകണ്ട പറഞ്ഞപ്പോൾ അങ്ങനെ ഇരുന്നതാടാ. നീ എന്തെങ്കിലും നോക്കണം. ഇത്രയും പഠിച്ചിട്ട് ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ എന്തോ പോലെയുണ്ട്. നീ എന്തായാലും ജോലി നോക്ക്. ചിലപ്പം വരുമാനമൊക്കെ ആകുമ്പോഴേ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ വരും. പിന്നെ കഴിക്കാൻ എന്താ ഉണ്ടാക്കി രാവിലെ? എനിക്ക് വിശന്നിട്ട് വയ്യ. രാവിലെ അങ്ങോട്ട് പോകണം പറഞ്ഞപ്പം ചാടിക്കയറി ഇറങ്ങിയതാ. നീ താഴത്തേക്ക് വാ, ഞാൻ ദോശ ഉണ്ടാക്കി തരാം. അന്ന് ജോലി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞല്ലേ ഏട്ടാ? ഞാൻ എത്ര നേരം നോക്കി നിന്നു അറിയോ? പിന്നെന്താ വരാതിരുന്ന്? അന്ന് ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ഓഫീസിൽ തിരക്ക് വന്നപ്പോഴേ, പിന്നെ വന്നിട്ട് അച്ഛൻ പറഞ്ഞു കുറച്ച് സ്ഥലത്ത് ഇൻവിറ്റേഷൻ കൊടുക്കാണ്ടെന്ന്, അങ്ങോട്ട് പോയതാ. എന്നാൽ പിന്നെ ഒന്ന് നേരത്തെ വിളിച്ച് പറയണ്ടേ ഏട്ടാ? ഞാൻ ഇവിടെ എത്ര നേരം വന്ന് വെയിറ്റ് ചെയ്തു എന്നറിയോ? സോറിയടാ, അത് ഞാൻ അന്നേ പറഞ്ഞല്ലേ. ഇനിയിപ്പോൾ അതിനെ സംസാരിച്ചിട്ട് ഇന്നത്തെ ദിവസത്തിന് മൂടിയാളെ നിൽക്കണ്ട. അപ്പം നമുക്ക് എടോ ഒരു മിനിറ്റ്, അച്ഛനാണ്. ഹലോ. അച്ഛാ, ഞാനിവിടെ കോട്ടയിൽ വന്നിരിക്കുക. അതൊന്നുമില്ല, അന്ന് പറഞ്ഞൊരു സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അല്ല അച്ഛാ, കുട്ടി അന്ന് തന്നെ ഞാൻ പോകാനിട്ട് പോയില്ലല്ലോ. അതിൻ്റെ പേരിൽ ചെറിയൊരു പ്രശ്നമൊക്കെ ആയി. കുറച്ച് നേരം അച്ഛാ, ആ കുട്ടി ആ ക്യാമറമാനെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നിരിക്കുന്നു, അത്രയും പൈസയൊക്കെ കൊടുത്തിട്ട്. അച്ഛാ ഓക്കെ അച്ഛാ, ശരി. എന്താ ഏട്ടാ, അച്ഛൻ എന്തിനാ വിളിച്ച്? എടോ ഞാൻ പറഞ്ഞില്ലേ, അച്ഛൻ കുറച്ച് പഴഞ്ചനാണ്. പഴഞ്ചൻ മാത്രമല്ല, കുറച്ച് സ്ട്രിക്റ്റ് കൂടിയാടോ. അച്ഛൻ ഈ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോ എടുക്കുന്നൊന്നും ഇഷ്ടമല്ല. ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് അതാടോ വരാതിരുന്നത്. ഇതിപ്പോൾ അച്ഛൻ അറിയാണ്ട് വന്നതാണ്. പക്ഷെ അച്ഛൻ ചോദിച്ചാൽ എനിക്ക് കള്ളത്തരം പറയാനും പറ്റില്ല. അച്ഛൻ പറയുന്നതേ ഈ
കല്യാണത്തിന് മുമ്പ് ഇങ്ങനത്തെ പരിപാടിയൊന്നും വേണ്ട. എന്തായാലും കല്യാണത്തിന് ഫോട്ടോ എടുക്കുമല്ലോ, അത് പോരടാ. എന്താ ഏട്ടാ അച്ഛൻ പറയുന്നത് കേൾക്കാൻ? ഏട്ടൻ ചെറിയ കുട്ടിയാ? ഏട്ടന് സ്വന്തമായിട്ട് അഭിപ്രായമൊന്നുമില്ലേ? അല്ലടോ, ചെറുപ്പം മുതലേ അച്ഛൻ പറഞ്ഞത് മാത്രമേ അനുസരിച്ചിട്ടുള്ളൂ. എന്തായാലും ഇന്ന് ഫോട്ടോ എടുക്കണ്ടോ? ചിലപ്പോൾ അത് അച്ഛന് ഇഷ്ടമായില്ല. നമുക്ക് തിരിച്ചു പോയാലോ? അല്ല, ഇനി അച്ഛന് വേറെ എന്തൊക്കെയാണ് ഇഷ്ടമല്ലാത്തത്? കല്യാണത്തിന് മുമ്പ് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മാറ്റങ്ങളൊക്കെ വരുത്താലോ. അത് ഞാൻ പറയാൻ നിൽക്കുമായിരുന്നു. കാരണം നീ അന്ന് ഇൻസ്റ്റയിൽ ഒരു സ്ലീവ്ലെസ് ഫോട്ടോ ഇട്ട് വന്ന് കാണിച്ചു തന്നില്ലായിരുന്നു? അങ്ങനത്തെ അച്ഛന് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ജീൻസ് ഒന്നും ഇടാൻ സമ്മതിക്കില്ല. അല്ല, അതൊക്കെ പെട്ടെന്ന് പറഞ്ഞാൽ നീ എങ്ങനെയാണ് എടുക്കുകയെന്ന് അറിയില്ല. എന്തായാലും അവിടെ വന്നിട്ട് പറയാമെന്ന് വിചാരിച്ച്. എന്തായാലും ഇപ്പോൾ ചോദിച്ചത് നന്നായി. എടാ, പിന്നെ അച്ഛന് ഈ പെൺകുട്ടികൾ ജോലിക്ക് പോകുന്നതേ അത് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ്. കുഴപ്പമൊന്നുമില്ല, ഞാനത് വന്നതിന് ശേഷം അച്ഛനോട് എങ്ങനെയാണ് സമ്മതിപ്പിക്കുക. അല്ല, എനിക്ക് അച്ഛൻ പോണ്ടെന്ന് പറഞ്ഞാലേ താൻ പിന്നെ സന്തോഷമായിട്ടാ. എന്താ ഒന്ന് വരാൻ തോന്നിയത് ഭാഗ്യമായി. അല്ലെങ്കിൽ പിന്നെ മോനെ അച്ഛൻ പറയുന്നത് കേട്ടിരുന്നോട്ടോ. വെറുതെ എന്തിനാ കല്യാണം കഴിച്ചിട്ട് ഒരു പെൺകുട്ടിൻ്റെ ജീവിതം കളയാൻ നിൽക്കുന്നത്? എന്ത്? താൻ എന്താ പറയുന്നത്? വേറൊന്നുമല്ല, എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ല. നമുക്ക് ഇവിടെ വെച്ച് എല്ലാം നിർത്താം. എടോ, നീ പെട്ടെന്നുള്ള ആവേശത്തിൽ ഓരോ തീരുമാനം എടുക്കല്ലേ. ഏട്ടാ, കല്യാണം കഴിഞ്ഞ് വന്നാൽ എന്തായാലും നിങ്ങളുടെ അച്ഛൻ്റെ അടിമയായിട്ട് ഞാൻ നിൽക്കില്ല. അവിടെ വന്ന് ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാക്കും. അതിപ്പോൾ കല്യാണം കഴിഞ്ഞ ശേഷം രണ്ടു കൂട്ടർക്കും അതൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ. അതുകൊണ്ട് കല്യാണത്തിന് മുമ്പ് ഈ ബന്ധം അവസാനിപ്പിക്കുന്നത് തന്നെയാണ് നല്ലത്. താൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞാണോ? ആ ഏട്ടാ, ഇപ്പം സമാധാനത്തോടെ പിരിയണം തന്നെയല്ലേ നല്ലത്. ചേച്ചി ഫോട്ടോ എടുക്കാ? ഇല്ല ഏട്ടാ, ഇനി സേവ് ദ ഡേറ്റ് ഒന്നും വേണ്ട. ഒരു സേവ് ദ ലൈഫ് ഫോട്ടോ എടുക്കണം. എന്ത്? ഒന്നുമില്ല, ചേട്ടൻ നടന്നോ, ഞാൻ ഇപ്പോൾ വരാം. ഓക്കെ. എന്നാ പിന്നെ ചേട്ടൻ വിട്ടോ. വൈകി പോയി കഴിഞ്ഞാലേ ചിലപ്പോൾ അച്ഛൻ വഴക്ക് പറഞ്ഞാലോ. നീ എന്ത് പണിയാ കാണിച്ചേ? ഇത്രയും പെട്ടെന്ന് വേണ്ട വെക്കണമായിരുന്നോ? പിന്നെ എല്ലാം അറിഞ്ഞിട്ടും ഞാൻ കല്യാണത്തിന് സമ്മതിക്കുന്ന നീ പറയണത്? ഒന്നുകൂടെ സംസാരിച്ചിട്ട് തീരുമാനം എടുത്താൽ പോരെ? എല്ലാം ആലോചിച്ചിട്ട് തന്നെയാടാ തീരുമാനം എടുത്ത്. നീ വാ. മോളെ, എല്ലാവരിനെയും കല്യാണം വിളിച്ചു. നീ പെട്ടെന്ന് കല്യാണം വേണ്ട പറഞ്ഞാൽ ഞാൻ അവരിനോടൊക്കെ എന്താ പറയുക? അതും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ജീവിതം കളയണമെന്ന് അച്ഛൻ പറയണത്? അച്ഛാ, ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടെടുത്ത തീരുമാനം തന്നെയാണ്. എനിക്കതായാലും ഈ കല്യാണം വേണ്ട. എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കണോ മോളെ? ഒന്നുകൂടി അവരെന്നോട് സംസാരിച്ചിട്ട് തീരുമാനം എടുത്തോളെ. ഇനി എന്ത് സംസാരിക്കാൻ അച്ഛാ? കല്യാണത്തിന് മുമ്പ് തന്നെ അവൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയതല്ലേ. എന്തായാലും അവിടെ പോയി കഴിഞ്ഞാൽ കല്യാണത്തിന് ശേഷം അതും ഇതും പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടാകും. അതെന്തായാലും രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ട് തന്നെയല്ലേ. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇപ്പം തന്നെ അത് വേണ്ട വയ്ക്കുന്നത് തന്നെയല്ലേ. മോൾ പറയണതൊക്കെ മനസ്സിലാവുന്നുണ്ട്. കല്യാണത്തിന് ശേഷം അവരുടെ സ്വഭാവം മാറുകയാണെങ്കിലോ? ഇങ്ങനെയുള്ളൊരു സ്വഭാവം എങ്ങനെയാ വെച്ചാൽ മാറുക? ഞാൻ എന്താ ഒരു പരീക്ഷണ വസ്തുവാ? കല്യാണത്തിന് മുമ്പ് ഇവരുടെ സ്വഭാവം അറിയാണ്ട് പെട്ടുപോകുന്ന കുറേ പെൺകുട്ടികളുണ്ട്. അവിടെ പോയിട്ട് ഭർത്താവിൻ്റെ രീതിക്കും അമ്മായച്ഛൻ്റെയും അമ്മായമ്മൻ്റെയും നാത്തുവിൻ്റെ രീതിക്കനുസരിച്ച് മാറുന്ന എത്ര പെൺകുട്ടികളുണ്ടെന്നറിയോ? അവിടെ പോകുന്നതേ നമ്മുടെ വ്യക്തിത്വമാണ്. അതൊക്കെ കളഞ്ഞിട്ടിരിക്കണം എന്ന് അച്ഛൻ പറയണത്? അതൊക്കെ ഓരോരുത്തരുടെ വിധിയല്ലേ മോളെ. അച്ഛൻ പറഞ്ഞ പോലെ ഇത് അറിയാണ്ട് പോയി പെടുന്നവരുടെ അവസ്ഥയായിരിക്കും അതൊക്കെ. എന്നാലും ഞാൻ ഇത്രയും മനസ്സിലാക്കിയിട്ട് ഈ കല്യാണത്തിന് സമ്മതിക്കുന്ന അച്ഛൻ എന്തിനാണ് പറയണത്? ഞാനൊരു ബാധ്യതയായിട്ടാ? മോളെ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. കുറേ കാലമായില്ലേ കല്യാണമൊന്നുമായിട്ട്. അത് ശരിയാകാതെ ഇപ്പോഴല്ലേ ഒന്ന് ശരിയായത്. കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞില്ല എന്നേ ഉള്ളൂ അച്ഛാ. പക്ഷെ കല്യാണം കഴിഞ്ഞ് അവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ ഡിവോഴ്സായിട്ട് വീട്ടിൽ വന്നാലുണ്ടല്ലോ, ആ കാര്യത്തെപ്പറ്റി അച്ഛൻ ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിലും ഡിവോഴ്സായ ഒരു പെൺകുട്ടിക്ക് ഈ സമൂഹത്തിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? ഇല്ല അച്ഛാ, അതൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കുറച്ച് അഹങ്കാരി എന്നൊക്കെ കേൾക്കേണ്ടി വരും. അതും പേടിച്ചിട്ട് ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചിട്ടുണ്ടെങ്കിലേ ജീവിതകാലം മുഴുവൻ അയാളുടെ അച്ഛൻ്റെ അടിമയായിട്ട് ഞാനവിടെ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എന്തായാലും തീരുമാനം എടുത്തച്ചാ, ഈ കല്യാണം എന്തായാലും എനിക്ക് വേണ്ട. മോളെ, എൻ്റെ ഏട്ട ഓണപരിപാടിയിലാണ്. വീട്ടുകാരുടെ ഏട്ട പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. ഞാൻ തന്നെ പറയണമെന്നുണ്ടോ? ശരി, ഞാൻ വെക്കണോ?
ഇന്നലെ രാത്രി അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. നിന്നെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടാവുക. എന്തായാലും ഈ കാര്യം പറഞ്ഞിട്ട് അച്ഛനോട് ദേഷ്യപ്പെടല്ലേ കേട്ടോ. എന്നെക്കാളും ടെൻഷനാണല്ലോടോ അച്ഛന്. ഞാൻ ഓൾറെഡി അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതാ. എടോ, ഈ ചെറിയ കാര്യത്തിനൊക്കെ വേണ്ടി കല്യാണം വേണ്ടാന്ന് വെക്കാൻ പറഞ്ഞാലേ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനം എടുത്തൂടെ? ഇതാണോ ചെറിയ കാര്യം? മൂപ്പറിൻ്റെ അച്ഛന് അത്രയും പേടിയാ. അവർ അതുമായിട്ട് ശീലിച്ചിട്ടുണ്ടാകും. പക്ഷെ ഞാൻ എങ്ങനെയാണോ ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക? എന്തായാലും ഇന്നലെ നാളെ കല്യാണം കഴിഞ്ഞ് പോയാലേ അത് വലിയൊരു പ്രശ്നമാകും. അതിനേക്കാളും മുമ്പ് ഇത് വേണ്ട വെക്കുന്നതന്നെയല്ലേ നല്ലത്. എടോ, കല്യാണം എന്ന് വെച്ചാൽ താൻ എന്താ വിചാരിച്ച് എല്ലാം സ്മൂത്തായി മുന്നോട്ട് പോകുന്ന? ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആടോ. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ അത് പെണ്ണുങ്ങൾക്ക് മാത്രം ബാധകമായിട്ടുള്ള കാര്യമാണ്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കോളേജിൽ പഠിക്കുമ്പോൾ നീ എങ്ങനെയായിരുന്നു? ഡാൻസ്, പാട്ട് പറഞ്ഞിട്ട് ഒരു ഐറ്റത്തിലും പങ്കെടുക്കാത്തായിട്ടില്ലല്ലോ. നീ തന്നെയാണോ ഇത്? എടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, കല്യാണത്തിന് മുമ്പ് നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ സ്വഭാവം ഇതാണെന്ന് അറിഞ്ഞാൽ നീ കല്യാണത്തിന് സമ്മതിക്കായിരുന്നോ? ഇല്ലടോ. ഇപ്പം നിനക്ക് കല്യാണം കഴിഞ്ഞൊരു കുഞ്ഞായി, വേറെ ഒരു നിവൃത്തിയുമില്ല. അവിടെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് നിന്നേ പറ്റൂ. അതുകൊണ്ട് മാത്രമല്ലേ നീ ഇപ്പോഴും അവിടെ നിൽക്കുന്നത്? താൻ പറഞ്ഞ് ശരിയാടോ, എല്ലാവർക്കും ഈ ധൈര്യം ഉണ്ടാവണം എന്നില്ല. അതുകൊണ്ട് മാത്രം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പം ഞാനെടുത്ത തീരുമാനത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ തന്നെ പറ.